ഈ ഭരണം പോയാലേ ഇടതുപക്ഷം ഭവിക്കും, പക്ഷെ അമ്പലപ്പുഴ പോയാൽ ഇടതുപക്ഷത്തിന് ഭവിക്കാൻ പറ്റത്തില്ല. അതുപോലൊരു പോരാട്ടമാണ് അമ്പലപ്പുഴ ഇപ്പോൾ ഈ പ്രാവശ്യം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും എല്ലാ പ്രവർത്തകരും അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചത്. ആലപ്പുഴയിലെ എല്ലാ മണ്ഡലങ്ങളിൽ പോയാലും ഞങ്ങൾ സഹിക്കും, പക്ഷേ അമ്പലപ്പുഴ പോയാൽ വർഗശത്രുവായ അമ്പലപ്പുഴ ജി സുധാകരൻ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സഹിക്കത്തില്ല എന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു. അത് എന്തുമാത്രം പ്രാവർത്തികമാക്കും എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതാണ് അമ്പലപ്പുഴ എന്ന മണ്ഡലത്തെ ഇത്രമേൽ ജനശ്രദ്ധ ആകർഷിക്കുന്നത്. ജി സുധാകരൻ എന്ന് പറയുന്ന 80 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു ഈ തെരഞ്ഞെടുപ്പ്. അത് അമ്പലപ്പുഴയിലൂടെ. സുധാകരനും പാർട്ടിയും തമ്മിൽ കുറച്ച് നാളായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല മന്ത്രി എന്ന പേര് കേട്ട 2 പേരായിരുന്നു ശൈലജ ടീച്ചറും ടി സുധാകരനും. പിണറായി വിജയനൊക്കെ അതിൻ്റെ താഴെയായി. അവസാനം മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരെയും തഴഞ്ഞ് പുതിയ മന്ത്രിമാരെ കൊണ്ടുവരാൻ കാണിച്ച ചതിയാണോ അതോ തന്ത്രമാണോ എന്ന് നമുക്കറിയില്ല. അത് ഒരു പരിധിവരെ സുധാകരനെ വെട്ടി ഒരുക്കി എന്ന് പറയാം. പലപ്പോഴും VF പക്ഷത്ത് നിന്ന ജി സുധാകരൻ VF അച്യുതാനന്ദനെ വെട്ടി നിർത്തിക്കൊണ്ടാണ് മറുവശത്തേക്ക് ചാടിയത്. ആ വിഷയത്തെ ശക്തനായ ആലപ്പുഴയിലെ നേതാവും ഈ ജി സുധാകരൻ പറഞ്ഞ അതിന് എതിർവാക്കില്ലാത്ത നേതാക്കൾ. അങ്ങനെയാണ് പലരും ഫജി ചെറിയാൻ ഉൾപ്പെടെ H സലാം ഉൾപ്പെടെയുള്ളവർ ഉയർന്നു വരുന്നത്. അവസാനം ഈ ശിഷ്യന്മാർ തന്നെ ജി സുധാകരനെ വെട്ടി നിരത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാർട്ടിയുടെ സമ്മേളനങ്ങളിലൊന്നും വിളിക്കാതായി, ഉദ്ഘാടനത്തിന് പോലും വിളിക്കാതായി, പാർട്ടിയുടെ ഒരു സമ്മേളനത്തിനും പുള്ളി പങ്കെടുക്കാതായി, പുള്ളി ഒന്നും അറിയാതായി, പ്രായമായി മൂപ്പിലാൻ അങ്ങനെ കാരണവരങ്ങനെ കഫേരയിട്ട് വീട്ടിൽ ഒതുങ്ങിക്കോട്ടെ എന്ന് പാർട്ടിയുടെ ഇളമുറ തമ്പുരാക്കന്മാർ വിചാരിച്ചപ്പം ജി സുധാകരൻ്റെ രക്തം അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് ജി സുധാകരൻ ഈ പ്രാവശ്യം അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറാകുന്നത്. പലരും ഇടപെട്ടെങ്കിലും അതൊന്നും നടന്നില്ല. ജി സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് തയ്യാറെടുത്തു. അത് KC വേണുഗോപാലിൻ്റെ ഒരു കൈയുണ്ട് എന്ന് അറിയപ്പെടുന്നൊരു രഹസ്യം തന്നെയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 തവണ മാത്രമേ കോൺഗ്രസ് ഇവിടെ വിജയിച്ചിട്ടുള്ളൂ. 1987 ദിനകരനും 2001 D സുഗതനും മാത്രമേ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ അമ്പലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ കോൺഗ്രസ്സുകാരായിട്ട്, UDFകാരായിട്ട്. ബാക്കിയെല്ലാം ഇടതുപക്ഷം ചുവന്നിരിക്കുകയായിരുന്നു. മണ്ഡലം ഇടതുപക്ഷമായിരുന്നു വിജയിച്ചത്. പല പ്രാവശ്യം ജി സുധാകരൻ വിജയിച്ചു. 2ാമത്തെ പ്രാവശ്യം H സലാം മത്സരിക്കുന്നു. VF അച്യുതാനന്ദൻ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. സുശീല ഗോപാലൻ എന്നുവേണ്ട പ്രമുഖരെല്ലാം നിന്ന് മത്സരിച്ച പാർട്ടിയുടെ അടിയുറച്ചൊരു മണ്ഡലമായിരുന്നു അമ്പലപ്പുഴ. ഈ പ്രാവശ്യം എന്തായിത്തീരും എന്നുള്ള ആകാംക്ഷ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ 2021 സലാം 16 ജി സുധാകരനായിരുന്നു അവിടെ മത്സരിച്ചത്. ജി സുധാകരൻ ഷേഖ് പി ആരിഫിനെയാണ് ഏകദേശം 17% വോട്ട്, 22,621 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജി സുധാകരൻ തകർക്കുന്നത്. അതിനുശേഷം വന്ന ഇലക്ഷനിൽ ജി സുധാകരൻ മത്സരിക്കാതെ H സലാമിനെ മത്സരിച്ചപ്പം ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു. H സലാമിന് 61,365, ലിജുവിന് 50,420 വോട്ടുമാണ് നേടിയത്. അങ്ങനെ 22 എന്നുള്ളത് പകുതിയായി കുറഞ്ഞ് 11,125 വോട്ടിനാണ് H സലാം ജയിക്കുന്നത്. സുധാകരൻ കാല് വാരിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനെതിരെ നടപടിയൊക്കെ വന്നു. ഈ പിണറായി ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 2024. ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു 100 സീറ്റ് കിട്ടുക എന്നൊക്കെ. അപ്പോഴും അമ്പലപ്പുഴ ഇങ്ങനെ ഭൂരിപക്ഷം കുറഞ്ഞപ്പം അതിന് അന്വേഷണ കമ്മീഷൻ കണ്ടുപിടിച്ചത് സുധാകരൻ്റെ
സാന്നിധ്യം കുറവായിരുന്നു എന്നൊക്കെയുള്ള പല കണ്ടുപിടുത്തം നടത്തി സുധാകരനെതിരെ നടപടി സ്വീകരിച്ചു. മിണ്ടാതിരുന്ന സുധാകരൻ അവസാനം തരം കിട്ടിയപ്പം ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ 2026 കാണുന്നത്. തന്നെയാണ് എതിരാളി. എച്ച് സലാമിനും നമ്മുടെ ഫജി ചെറിയാനും ഒക്കെ ജി സുധാകരനുമായിട്ടുള്ള സ്പർദ്ധ പിന്നാമ്പുറങ്ങളിൽ വളരെ പ്രസിദ്ധമാണ്. ഏതായാലും എച്ച് സലാമിനെതിരെ മത്സരിക്കാൻ ജി സുധാകരൻ തയ്യാറായി. കാത്തിരുന്ന UDF ജി സുധാകരന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. ലോക്സഭാ ഇലക്ഷനിൽ നമ്മുടെ KC വേണുഗോപാൽ 14,555 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ തകർപ്പൻ പ്രകടനമായിരുന്നു അമ്പലപ്പുഴ കാഴ്ചവെച്ചത്. അമ്പലപ്പുഴ പ്രദേശങ്ങളുടെ കീഴിൽ ഒക്കെ വരുന്ന അമ്പലപ്പുഴ, ആലപ്പുഴ എല്ലാം കൂടെ വരുന്ന ആലപ്പുഴ നഗരസഭയും പുന്നപ്പുറ തെക്ക് പുറക്കാട് പഞ്ചായത്തും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ UDF പിടിച്ചെടുക്കും. LDFൻ്റെ ഭൂരിപക്ഷം 4,451 വോട്ടായിട്ട് കുറയുന്നുണ്ട്. സലാം നേടിയ 11,000 ചില്ലാന വോട്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 4,451 വോട്ടായിട്ട് 59 വോട്ടായിട്ട് കുറയുന്നു. അതുതന്നെയാണ് UDFനെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. BJP സ്ഥാനാർത്ഥിയായി അരുൺ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അനൂപ് ആൻ്റണിയായിരുന്നു BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അനൂപ് ആൻ്റണി അന്ന് 22,389 വോട്ട് നേടിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് ഈ പ്രാവശ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. ജി സുധാകരനെ സംബന്ധിച്ച് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ എന്ന് പറയുന്നത് വളരെ അനിശ്ചിതനായ നേതാവാണ്. എനിക്ക് തോന്നുന്നു പോസ്റ്ററുകളൊന്നും അടിച്ചില്ല, കൺവെൻഷനുകളൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര കോലാഹലങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ജി സുധാകരൻ ഈ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. അമിതമായ ആത്മവിശ്വാസം അതിന് കൃത്യമായിട്ടുണ്ട്. ഒരുവിധത്തെ UDF അധികാരത്തിൽ വന്നാൽ വീണ്ടും ഒരു മന്ത്രിയായിട്ട് അദ്ദേഹത്തെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും വിജയിക്കുകയാണെങ്കിൽ. മന്ത്രിസഭയിൽ മരാമത്ത് മന്ത്രിയായിരുന്നു ജി സുധാകരൻ. അദ്ദേഹം നിർമ്മിച്ച പാലങ്ങളും റോഡുകളും ഒക്കെ യാതൊരുവിധ അഴിമതിയും കളരാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയൊരു വ്യക്തിയാണ് ജി സുധാകരൻ. യാതൊരുവിധ സ്വാധീനത്തിനും വിധേയമാകത്തില്ല. അദ്ദേഹത്തിന് കർശനമായ നിലപാടായിരുന്നു ആ കാര്യത്തിൽ. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. പിന്നെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് LDFൻ്റെ അടിത്തറ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നു. അതുതന്നെ ഒരു വിഷയമാണ്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നുണ്ട്. 22 എന്നുള്ളത് എച്ച് സലാം മത്സരിച്ചപ്പോൾ 11,000 കുറയുന്നു. നമ്മുടെ KC വേണുഗോപാൽ ലോക്സഭയിൽ 14,000 ഭൂരിപക്ഷം കൊണ്ടുവരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 4,000 വോട്ടായിട്ട് ഭൂരിപക്ഷം കുറയുന്നു LDFൻ്റെ. അതൊക്കെ LDFന് നല്ല കാലമല്ല. പിന്നെ നമ്മുടെ ജി സുധാകരനും കൂടെ ഒക്കെ മത്സരിക്കുമ്പം എന്തായി തീരും എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. ഭൂരിപക്ഷ നിരീക്ഷകർ പറയുന്നത് സുധാകരൻ ഈ പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം BJP സ്ഥാനാർത്ഥിയായി അനൂപ് ആൻ്റണി മത്സരിച്ചപ്പോൾ ഏകദേശം 23,000 പരം വോട്ട് നേടാൻ പറ്റിയ അനൂപിൻ്റെ BJPക്ക് ഈ പ്രാവശ്യം അത്രയും നേടാൻ പറ്റുമോ എന്നുള്ള സംശയമാണ്. ജി സുധാകരൻ പറഞ്ഞതുപോലെ തന്നെ BJP വോട്ടുകളിൽ 5,000 വോട്ടോളം തനിക്ക് മറിയുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നുണ്ട്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 23,000 വോട്ട് എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിക്ക് ഈ പ്രാവശ്യം പിടിച്ചെടുക്കുക ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം രാഷ്ട്രീയം എച്ച് സലാമും ജി സുധാകരനും തമ്മിൽ തന്നെയാണ്. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് LDFൻ്റെ. എങ്ങനെയും എച്ച് സലാമിനെ വിജയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങത്തുള്ളൂ എന്ന് ഒരു വശത്ത് LDFും, അല്ല ഈ പ്രാവശ്യം ഞങ്ങൾ മണ്ഡലം ജി സുധാകരനോട് പിടിച്ചെടുക്കും എന്ന് UDFും പറയുമ്പം പ്രവചനാതീതമാണോ മത്സരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുൻതൂക്കം ജി സുധാകരന് തന്നെയാണ്. ഏതായാലും വോട്ടെണ്ണുന്ന മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ ഓക്കെ ബൈ.